അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് കാവാലത്തേക്ക് സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കുമരകത്താണ് കേട്ടോ. കുമരകത്ത് നിന്ന് നമ്മൾ നേരെ കോട്ടയത്തേക്ക് പോകും. കോട്ടയത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ചങ്ങനാശ്ശേരി, തുരുത്തി ഈ ഒരു ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചാൽ അവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ആലപ്പുഴ കുട്ടനാടിലെ മനോഹരമായിട്ടുള്ള കാവാലത്തേക്ക് പോവാം. അപ്പോൾ കാവാലത്ത് നിന്ന് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് തുരുത്തി ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കാവാലത്തേക്ക് റോഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു നേരെ ഉള്ള റോഡ് കറക്റ്റ് പാടത്തിൻ്റെ നടുവിലൂടെയാണ്. ഒരൊറ്റ റോഡ് നമ്മൾ ഓടി വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് കൃഷ്ണപുരം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു കുട്ടനാടിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ടാവുന്നതാണ്. ഈ ജംഗ്ഷനിൽ തന്നെ ഒരു അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു വലിയ പാലം പൊട്ടിപ്പൊളിഞ്ഞ്, പഴയ ഒരു പാലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടനാടിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊന്നും ഞാൻ അധികം അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. കംപ്ലീറ്റ് ഒരു വാട്ടർ ലെവലിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ലാൻഡാണ്. കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ റോഡിലൂടെ വാഹനം പോകുന്നത് പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരത്തിനായിട്ട് വള്ളങ്ങൾ, ബോട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജങ്കാറുകളൊക്കെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് ആളുകൾ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. താറാവിൻ്റെ കാര്യം പിന്നെ ഞാൻ എടുത്തു പറയേണ്ടല്ലോ. കാര്യം കുട്ടനാടിൻ്റെ ഏതൊരു ഭാഗത്ത് വന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് താറാവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൃഷ്ണപുരത്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തും ഒരു താറാവിൻ്റെ കൂടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. കൃഷ്ണപുരത്ത് നിന്ന് ഞാൻ നേരെ കാവാലത്തേക്ക് വന്നു. കാവാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുന്ന് കൈനടി ഭാഗത്തേക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ സഞ്ചരിക്കുന്നൊരു ജങ്കാറാണ്. അപ്പോൾ അതിൽ ആളുകൾ അവരുടെ കാറുകളും ഓട്ടോയും മറ്റു വാഹനങ്ങളെല്ലാം തന്നെ കയറ്റിയിട്ടാണ് ഇത് അക്കരെ കടത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ 3 ബോട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ജങ്കാറിൽ വണ്ടി കയറ്റുന്നതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ എപ്പോഴും അപ്പുറത്തേക്ക് ഇങ്ങനെ സർവീസ് അടിച്ചുകൊണ്ടിരിക്കും. അതിന് നിറച്ച് വണ്ടികൾ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ജങ്കാറിൽ വാഹനം കടത്തുന്ന കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഞാനങ്ങനെ നിന്നു. നമ്മൾ കാവാലത്ത് വന്നിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതെവിടെയാണെന്ന് എക്സാക്റ്റ് നമുക്കറിയില്ല. നമ്മൾ നോക്കി കണ്ടുപിടിച്ച് വേണം പോകാനായിട്ട്. നമ്മളുടെ അടുത്ത ലക്ഷ്യം ഇനി അവിടെയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ കാണാം. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കാവാലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം ക്യാമറ എങ്ങോട്ട് തിരിച്ചിട്ടും നല്ല അടിപൊളി വിഷ്വൽസാണ് എനിക്ക് എടുക്കാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ, ബോട്ടുകൾ, ജങ്കാറുകൾ ഒക്കെ എപ്പോഴും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ നല്ല ആഴമുള്ള ഒരു തോടായിരിക്കാം. നല്ല അപകട സാധ്യതകളൊക്കെ ഉള്ള തോടാണ് കേട്ടോ. പക്ഷേ കുട്ടനാട്ടുകാർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. ചെറുവള്ളങ്ങളിലൊക്കെ അവർ ഈ ഓളപ്പരപ്പിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജങ്കാറിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ കണ്ടു നിന്ന് അവിടെ നിന്ന് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചോദിച്ച് കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തെ വിഷ്വൽസ് ആയിരിക്കും. അതിമനോഹരമായിട്ടുള്ള കാവാലത്തെ ഈ ഒരു സ്പോട്ടിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. മിക്ക സിനിമകളിലും ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു നടൻ്റെ എൻട്രി സീനോ അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ നമ്മളുടെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്ന വലിയൊരു ജംഗ്ഷനായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാണുന്ന ബോട്ട് ജെട്ടിയിലാണ് ആ ഒരു നടനോ അല്ലെങ്കിൽ സ്റ്റാറോ വന്നിറങ്ങുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം അതങ്ങനെ ഒരുപാട് തിരക്കുള്ള ഒരു ചെറിയ ജംഗ്ഷനായിട്ട് ഒരു കവല പോലെ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണിത്. ഒരുപാട് വീടുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ബാർബർ ഷോപ്പ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. അതിനോട് ചേർന്ന് സൈഡിലോട്ട് മാറി കുറച്ച് വീടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എന്നാലും ഒരുപാട് ആളും കാര്യങ്ങളും തിരക്കുകളും ഒന്നും ഉള്ളൊരു സ്ഥലമല്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് നമ്മുടെ
ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സിനിമയിൽ ലൊക്കേഷനിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ നമുക്ക് ഈ സീനുകളെല്ലാം തന്നെ ഓർമ്മ വരും. കാരണം എല്ലാ സിനിമയിലും ഈ ഒരു ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളതിലെല്ലാ സീനും നല്ല പോപ്പുലറായിട്ടുള്ള സീനുകൾ തന്നെയാണ്. വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് കാവാലം എന്ന് പറയുന്നത്. കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാവാലം. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ് കേട്ടോ. എനിക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തോടിനക്കരെ കയറുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂകി വിളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എപ്പോഴും എല്ലാവരും കൂടി നിന്ന് വട്ടം കൂടി നിന്ന് വർത്തമാനം പറയുന്ന ആ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഈ നാടുകളിലൊക്കെ ഇപ്പോൾ ശരിക്കും ഒരുപാട് മിസ്സാകുന്നൊരു കാര്യമാണ്. കാര്യം ആളുകൾ വട്ടം കൂടിയിരുന്ന് മൊബൈലിലൊക്കെ കളിച്ചിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ മാറിയിട്ട് പഴയ ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇപ്പോഴും ആളുകൾ വർത്തമാനം പറയുന്നു, വട്ടം കൂടിയിരുന്ന് നാട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ലൊരു ഗ്രാമാന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും കാവാലം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിഷിംഗ് എന്ന് പറയുന്ന കുട്ടനാടുകാർക്ക് നെല്ല് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കേട്ടോ. കായൽ കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് പേര് മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു ഭാഗത്തുണ്ട്. എല്ലാ വീടുകളിലും ഒരു വള്ളം വീതമുണ്ടാവും, 1-2 വള്ളമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വള്ളപ്പുരകളും അങ്ങനെയുള്ള സെറ്റപ്പും നെല്ല് കൂട്ടിയിടാനുള്ള കളപ്പുരകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് കാഴ്ചകൾ കാവാലത്തുണ്ട്. കുട്ടനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ബൈക്കുമായിട്ടോ അല്ലെങ്കിൽ കാറുമായിട്ടൊന്നും വന്നിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ കൈരണ്ടി പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഉള്ളിൽ ബോട്ട് സർവീസുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ ബോട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ട് യാത്ര ചെയ്യുവാണെങ്കിലാണ് ശരിക്കും കായലിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കായലിൻ്റെ ഭാഗത്തേക്ക് ശരിക്കും എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വള്ളങ്ങളും ബോട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പം ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട് പണ്ടൊക്കെ നമ്മൾ വള്ളം തുഴഞ്ഞാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ വള്ളങ്ങളിലും ചെറിയ ചെറിയ മോട്ടറുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡിൽ തന്നെ ഇത് നമുക്ക് അക്കരെ അടക്കാനും പല സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് സമയത്തും ബോട്ട് വള്ളങ്ങളെല്ലാം തന്നെ ഓടുന്നതുകൊണ്ട് തന്നെ കായൽ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പുറത്തുനിന്ന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാകുന്ന കാര്യം അത് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബോട്ടുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ സഞ്ചരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾക്ക് കാരണമുണ്ട്. കാരണം മുകളിൽ ഈ ഒഴുക്കാണെന്നുണ്ടെങ്കിൽ കായലിനടിയിൽ അതിശക്തമായിട്ടുള്ള ഒഴുക്ക് തന്നെയുള്ള ഏരിയയാണ്. അപ്പോൾ കുട്ടനാട്ടിലൊക്കെ ബോട്ടിങ്ങിനൊക്കെ വരുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് തന്നെ ട്രാവൽ ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു പഴയ വിളക്കുമരവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് വർക്കിംഗ് ആണോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചായക്കടയായിട്ടൊക്കെ കാണിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒരു ഷാപ്പാണ്. ഷാപ്പിൻ്റെ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഒരുപാട് നാടൻ ഫുഡുകളൊക്കെ കിട്ടുന്നൊരു ഷാപ്പാണ്. നിലവിൽ ഈ ഒരു ഷോപ്പ് വർക്കിംഗ് അല്ല. എന്തുകൊണ്ടാണത് വർക്കിംഗ് അല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഞാനെടുത്ത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നിലവിൽ അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ കുട്ടനാട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഈ ഒരു ഷാപ്പ് ഇരിക്കുന്നതെന്ന് പറയും കേട്ടോ. കാരണം ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. ഈ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഒരു ഷാപ്പുള്ളത് ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു സ്പോട്ട് തേടി വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ട്രിപ്പ് പോവുക, ടൂർ പോകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മൂന്നാർ, വാഗമൺ പോലുള്ള ഹിൽ ടോപ്പുകളിലോട്ടാണ് ശരിക്കും ടൂർ പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള സ്പോട്ട് ഉണ്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ കാണാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഒരു കോട്ടയംകാരനായിട്ട് പോലും ഞാൻ ഇതുവരെ ഈ ഒരു ലൊക്കേഷനിലൊന്നും അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ശരിക്കും സന്തോഷമായി, ഒരുപാട് ഹാപ്പി, അടിപൊളി സ്പോട്ട് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നെല്ലിന്റെ തണ്ണ
പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ്. ഇനി പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റിയല്ല. നമ്പറൊക്കെ കൊള്ളാം, പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഓ, അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട. ആ മോഹിനിയാട്ടത്തിന്റെ വേഷം കിട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്നേ. ഇനിയിപ്പോ ആരും കിട്ടിയില്ലെങ്കിൽ താനായാലും മതി. ഞാൻ സിനിമയിൽ കാണുമ്പോൾ ശരിക്കും വേറൊരു ഭംഗിയാണ്. അവർ കളർ ഗ്രേഡൊക്കെ ചെയ്തിട്ട് അവരുടെ ലൊക്കേഷനൊക്കെ സെറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അത് വേറൊരു ചന്തമാണ് കേട്ടോ. ശരിക്കും ഒരു ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി തനി കുട്ടനാടൻ ആ ഒരു സ്റ്റൈൽ നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു സ്പോട്ടാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലുള്ള നാടൻ ഇത്തരം വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മറക്കാതെ തന്നെ ചെയ്യുക. ഞാനിവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെ കിടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എല്ലാം അങ്ങനെ അടഞ്ഞുകൂടി കിടക്കുന്നതാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. ആളുകളെല്ലാം തന്നെ കാവാലം ജംഗ്ഷനിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇപ്പോൾ നിലവിലത്തെ ബസ് സ്റ്റാൻഡും അല്ലെങ്കിൽ ബോട്ട് ജെറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സിറ്റിയിലേക്ക് മാറിയപ്പോഴത്തേക്കും ഈ ഒരു ഭാഗം എല്ലാം തന്നെ അങ്ങനെ ഔട്ടായി പോയിട്ടുള്ളതാണ് കേട്ടോ. ഇതാണപ്പാ ഗീവർഗീസ് പുണ്യുള്ള കുന്തം കയ്യിലുണ്ട്, ഇനി ഒരു കുതിരയും കൂടി മതി. Okay, see you. You dance really well. You too. Bye. Bye. ചേട്ടാ, ഒരു നാരങ്ങ സോഡ. ചേട്ടാ, ഈ പള്ളി പുത്തൻകുടിയിലെ തോമസ് സാറിന്റെ മകനല്ലയോ? അമേരിക്കയിലെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സിനിമയിലെ പ്രധാനപ്പെട്ട സീനുകൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ, ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കാവാലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് പരിഗണിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.